ചരിത്രത്തിലെ വളരെ ആവേശകരമായ ഒരു അധ്യായത്തിലേക്കാണ് ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്നത്. ഹൈദരാബാദ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ചിത്രം എന്താണ്? തല ഉയർത്തി നിൽക്കുന്ന ചാർമിനാർ, ഹൈദരാബാദിന്റെ ബിരിയാണി, അല്ലെങ്കിൽ IT കമ്പനികളുടെ വലിയ കെട്ടിടങ്ങൾ. എന്നാൽ ഇതൊന്നുമല്ലാത്ത മറ്റൊരു ഹൈദരാബാദ് ഉണ്ടായിരുന്നു. ഒരു നിമിഷം ഇന്ത്യയുടെ ഭൂപടം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. അതിൽ കൃത്യം നടുവിലായി ഇന്ത്യയുടെ ഹൃദയഭാഗത്ത് മറ്റൊരു വലിയ രാജ്യം. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ എങ്ങനെയിരിക്കും? ഇന്ത്യയുടെ വടക്കു നിന്ന് തെക്കോട്ട് ഒരു ട്രെയിൻ യാത്ര ചെയ്യണമെങ്കിൽ വിസയും പാസ്പോർട്ടും എടുത്ത് മറ്റൊരു രാജ്യത്ത് കൂടി സഞ്ചരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. കേൾക്കുമ്പോൾ ഇതൊരു സിനിമയിലെ കഥ പോലെ തോന്നാമെങ്കിലും വെറും 75 വർഷങ്ങൾക്ക് മുൻപ്, അതായത് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് ഇതായിരുന്നു യാഥാർത്ഥ്യം. ഇന്ന് നാം കാണുന്ന ഈ വിശാലമായ ഇന്ത്യ അന്ന് അങ്ങനെ ആയിരുന്നില്ല. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകുമ്പോൾ രാജ്യത്ത് ഏകദേശം 565ഓളം നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാൻ, അതല്ലെങ്കിൽ ഒരു സ്വതന്ത്ര രാജ്യമായി നിലനിൽക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ ഈ നാട്ടുരാജ്യങ്ങൾക്ക് നൽകിയിരുന്നു. അന്നത്തെ നമ്മുടെ ആഭ്യന്തര മന്ത്രിയായിരുന്ന ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെയും DP മേനോന്റെയും കഠിന പ്രയത്നത്തിന്റെയും നയതന്ത്രത്തിന്റെയും ഫലമായി ഒട്ടുമിക്ക നാട്ടുരാജ്യങ്ങളും ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചു. എന്നാൽ ചിലർ മാത്രം അതിന് തയ്യാറായില്ല. അതിൽ ഏറ്റവും വലിയ തലവേദന സൃഷ്ടിച്ച 3 നാട്ടുരാജ്യങ്ങളായിരുന്നു കശ്മീർ, ജുനഗഡ്, പിന്നെ ഹൈദരാബാദും. ഇതിൽ ഹൈദരാബാദിനെ എങ്ങനെയാണ് ഇന്ത്യയോട് ചേർത്തത് എന്നത് ആവേശകരമായ ഒരു കഥയാണ്. ആ കഥയുടെ പേരാണ് ഓപ്പറേഷൻ പോളോ. ഇന്ത്യയുടെ ചരിത്രത്തെയും ഭൂപടത്തെയും വെറും 5 ദിവസം കൊണ്ട് മാറ്റിമറിച്ച ഒരു വലിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ പോളോ. അന്നത്തെ ഹൈദരാബാദ് എന്ന് പറയുന്നത് ഇന്നത്തെ തെലുങ്കാനയും മഹാരാഷ്ട്രയുടെയും കർണാടകയുടെയും ചില ഭാഗങ്ങളും ഉൾപ്പെടുന്ന വളരെ വിശാലമായ ഒരു പ്രദേശമായിരുന്നു. ഇംഗ്ലണ്ടിനേക്കാളും ഫ്രാൻസിനേക്കാളും വലിപ്പമുള്ള ഒരു നാട്ടുരാജ്യം. 1.5 കോടിയിലധികം ജനങ്ങൾ ഉണ്ടായിരുന്ന ആ രാജ്യം ഭരിച്ചിരുന്നത് ആസഫ് ജാഹി വംശത്തിലെ അവസാനത്തെ നിസാമായിരുന്ന മിർ ഉസ്മാൻ അലി ഖാൻ ആയിരുന്നു. ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തിയായിരുന്നു അന്ന് അദ്ദേഹം. ടൈം മാഗസിന്റെ കവറിൽ വരെ ഇടം നേടിയ വ്യക്തി. അദ്ദേഹത്തിന്റെ സമ്പത്തിനെ കുറിച്ച് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, അദ്ദേഹം പേപ്പർ വെയിറ്റായി ഉപയോഗിച്ചിരുന്നത് 185 ക്യാരറ്റ് വരുന്ന ജേക്കബ് ഡയമണ്ട് എന്ന വിലമതിക്കാനാവാത്ത വജ്രമായിരുന്നു. സ്വന്തമായി സൈന്യം, സ്വന്തം കറൻസിയായ ഉസ്മാനിയ രൂപ, സ്വന്തം തപാൽ സംവിധാനം, റെയിൽവേ, എന്തിനേറെ പറയുന്നു സ്വന്തമായി ഒരു റേഡിയോ സ്റ്റേഷൻ വരെ നിസാമിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയോടൊപ്പം ചേരാൻ അദ്ദേഹത്തിന് യാതൊരു താല്പര്യവുമില്ലായിരുന്നു. തനിക്ക് സ്വതന്ത്രമായ ഒരു ഇസ്ലാമിക രാജ്യം പടുത്തുയർത്തണമെന്നായിരുന്നു നിസാമിന്റെ ആഗ്രഹം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. സർദാർ പട്ടേൽ ഹൈദരാബാദിനെ വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ വയറ്റിലെ അർബുദം എന്നാണ്. ഇന്ത്യയുടെ ഒത്ത നടുക്ക് പാകിസ്ഥാൻ അനുകൂലിയായ ഒരു സ്വതന്ത്ര രാജ്യം നിലനിൽക്കുന്നത് ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് എത്രത്തോളം ഭീഷണിയാണെന്ന് പട്ടേലിന് നന്നായി അറിയാമായിരുന്നു. തുടക്കത്തിൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ 1947 നവംബറിൽ ഇന്ത്യ ഹൈദരാബാദുമായി ഒരു സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെന്റ് അഥവാ തൽസ്ഥിതി തുടരാനുള്ള ഒരു കരാർ ഒപ്പുവെച്ചു. കാര്യങ്ങൾ തീരുമാനിക്കാൻ 1 വർഷത്തെ സമയം നിസാമിന് നൽകി. എന്നാൽ നിസാം ഈ സമയം മുതലെടുക്കുകയാണ് ചെയ്തത്. പാകിസ്ഥാനുമായി രഹസ്യബന്ധം സ്ഥാപിക്കാനും ആയുധങ്ങൾ ശേഖരിക്കാനും അദ്ദേഹം ഈ സമയം ഉപയോഗിച്ചു. സിഡ്നി കോട്ടൺ എന്ന ഒരു ഓസ്ട്രേലിയൻ പൈലറ്റ് മുഖേന പാകിസ്ഥാനിൽ നിന്നും കള്ളക്കടത്തായി ആയുധങ്ങൾ ഹൈദരാബാദിലേക്ക് പറന്നെത്തിക്കൊണ്ടിരുന്നു. ഈ സമയത്താണ് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിക്കൊണ്ട് റസാക്കർമാർ എന്നൊരു സായുധ തീവ്രവാദി സംഘം ഹൈദരാബാദിൽ ശക്തി പ്രാപിക്കുന്നത്. മജ്ലിസ് ഇ ഇത്തഹദുൽ മുസ്ലിമീൻ എന്ന സംഘടനയുടെ നേതാവായ കാസിം റസ്വി ആയിരുന്നു അവരെ നയിച്ചിരുന്നത്. നിസാമിന്റെ ഭരണത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച റസാക്കർമാരുടെ പ്രധാന ലക്ഷ്യം ഹൈദരാബാദിനെ ഇന്ത്യയിൽ ചേരുന്നതിൽ നിന്ന് തടയുക എന്നതായിരുന്നു. കറുത്ത യൂണിഫോമും ആയുധങ്ങളും ഏന്തി നടന്ന റസാക്കർമാരുടെ എണ്ണം പെട്ടെന്ന് തന്നെ 2 ലക്ഷത്തോളമായി വർദ്ധിച്ചു. പിന്നീട് ഹൈദരാബാദിൽ നടന്നത് അതിക്രൂരമായ സംഭവങ്ങളായിരുന്നു. ഇന്ത്യയിൽ ചേരണമെന്ന് ആഗ്രഹിച്ച സാധാരണക്കാരെ അതിൽ ഹിന്ദുക്കളെന്നോ മുസ്ലിങ്ങളെന്നോ വ്യത്യാസമില്ലാതെ അവർ ക്രൂരമായി വേട്ടയാടി. ഗ്രാമങ്ങൾ കൊള്ളയടിക്കുകയും തീയിടുകയും ചെയ്തു. സ്ത്രീകളെ മാനഭംഗപ്പെടുത്തി. നിരപരാധികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കി. ഭയം സഹിക്കാൻ കഴിയാതെ ആയിരക്കണക്കിന് ആളുകൾ സ്വന്തം വീടും സമ്പാദ്യവും ഉപേക്ഷിച്ച് ചുറ്റുമുള്ള മദ്രാസ്, ബോംബെ പ്രവിശ്യകളിലേക്ക് അഭയാർത്ഥികളായി പലായനം ചെയ്തു. ഹൈദരാബാദിലെ ക്രമസമാധാനം പൂർണ്ണമായും തകർന്നു. ജനങ്ങൾ ജീവഭയത്തോടെ കഴിയുന്ന ഒരു നരകമായി ആ രാജ്യം മാറി. ഇന്ത്യൻ ഗവൺമെന്റിന് ഇനിയും നോക്കി നിൽക്കാൻ കഴിയുമായിരുന്നില്ല. ചർച്ചകൾക്കൊക്കെ ഒരു പരിധിയുണ്ടല്ലോ. ഇന്ത്യൻ ഗവൺമെന്റിന്റെ പ്രതിനിധിയായി അവിടെ ഉണ്ടായിരുന്ന KM മുൻഷി സ്ഥിതിഗതികളുടെ ഗൗരവം സർദാർ പട്ടേലിനെ അറിയിച്ചു. കാസിം റസ്വി ആകട്ടെ ചെങ്കോട്ടയിൽ ആസഫ് ജാഹി പതാക പാറിക്കുമെന്ന് വരെ പരസ്യമായി വെല്ലുവിളിച്ചു. ഒടുവിൽ പട്ടേലിന്റെ നിർബന്ധത്തിന് വഴങ്ങി ഹൈദരാബാദിൽ ഒരു സൈനിക നടപടിക്ക് ഇന്ത്യൻ ക്യാബിനറ്റ് പച്ചക്കൊടി കാണിച്ചു.
വലിയൊരു യുദ്ധം ഒഴിവാക്കാൻ ഇതൊരു പോലീസ് ആക്ഷൻ ആണെന്നാണ് ഇന്ത്യ ലോകത്തോട് പറഞ്ഞത്. ഈ രഹസ്യ സൈനിക നീക്കത്തിന് ഇന്ത്യ നൽകിയ പേരാണ് ഓപ്പറേഷൻ പോളോ. എന്തുകൊണ്ടാണ് ഈ പേര് നൽകിയത് എന്നറിയാമോ? അക്കാലത്ത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പോളോ ഗ്രൗണ്ടുകൾ ഉണ്ടായിരുന്ന നഗരമായിരുന്നു ഹൈദരാബാദ്. 17ഓളം പോളോ മൈതാനങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഈ കായിക വിനോദവുമായുള്ള ബന്ധം മുൻനിർത്തിയാണ് ഓപ്പറേഷൻ പോളോ എന്ന് പേരിട്ടത്. അങ്ങനെ ആ ചരിത്ര നിമിഷം വന്നെത്തി. 1948 സെപ്റ്റംബർ 13 തിങ്കളാഴ്ച പുലർച്ചെ 4 മണി. മേജർ ജനറൽ ജയൻ ചൗധരിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സായുധ സേന ഹൈദരാബാദിലേക്ക് മാർച്ച് ആരംഭിച്ചു. പ്രധാനമായും 2 ഭാഗത്തു നിന്നായിരുന്നു ആക്രമണം. പടിഞ്ഞാറ് മഹാരാഷ്ട്രയിലെ ഷോളാപൂരിൽ നിന്ന് ജനറൽ ചൗധരി നേരിട്ട് നയിച്ച ഒരു സംഘവും കിഴക്ക് ആന്ധ്രയിലെ വിജയവാഡയിൽ നിന്ന് മേജർ ജനറൽ എ രുദ്ര നയിച്ച മറ്റൊരു സംഘവും, കൂടാതെ വടക്കു നിന്നും തെക്കു നിന്നും ചെറിയ സൈനിക വ്യൂഹങ്ങളും അതിർത്തി കടന്നു. അമേരിക്കൻ നിർമ്മിത ഷെർമാൻ ടാങ്കുകളും ആധുനിക ആയുധങ്ങളുമായി മുന്നേറിയ ഇന്ത്യൻ ആർമിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ നിസാമിന്റെ സൈന്യത്തിനോ റസാക്കർമാർക്കോ യാതൊരു ശേഷിയും ഉണ്ടായിരുന്നില്ല. 1-ാം ദിവസം തന്നെ റസാക്കർമാരുടെ പല കോട്ടകളും തകർന്നു. യുദ്ധപരിചയമില്ലാത്ത റസാക്കർമാർ വാളുകളും പഴയ തോക്കുകളുമായി ഇന്ത്യൻ സേനയെ നേരിടാൻ വന്ന് കൂട്ടത്തോടെ മരിച്ചു വീണു. നിസാമിന്റെ സൈനിക മേധാവിയായിരുന്ന ജനറൽ എൽദ്രൂസ് വളരെ പെട്ടെന്ന് തന്നെ തങ്ങളുടെ പരാജയം തിരിച്ചറിഞ്ഞു. ഇന്ത്യൻ സൈന്യത്തിന്റെ നീക്കം തടയാനായി ഹൈദരാബാദ് സൈന്യം പല പാലങ്ങളും തകർക്കാൻ ശ്രമിച്ചെങ്കിലും അതെല്ലാം വിഫലമായി. 2-ാം ദിവസവും 3-ാം ദിവസവും ഇന്ത്യൻ സൈന്യം അതിവേഗം ഉള്ളിലേക്ക് മുന്നേറി. ഇതിനിടയിൽ ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനങ്ങൾ ഹൈദരാബാദിലെ പ്രധാന എയർ സ്ട്രിപ്പുകളിൽ ബോംബിട്ടു. പാകിസ്ഥാനിൽ നിന്ന് വിമാനമാർഗം സഹായം വരുന്നതും നിസാമോ മറ്റ് പ്രധാനികളോ വിമാനത്തിൽ രക്ഷപ്പെടുന്നതും തടയാനായിരുന്നു ഈ നീക്കം. 4-ാം ദിവസം, അതായത് സെപ്റ്റംബർ 16-ന് ഇന്ത്യൻ സൈന്യം ഹൈദരാബാദ് നഗരത്തിന് തൊട്ടടുത്തുള്ള സഹീറാബാദിൽ എത്തിച്ചേർന്നു. എന്തു വില കൊടുത്തും ചെറുത്തു നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന റസാക്കർമാർ ജീവനും കൊണ്ട് ഓടാൻ തുടങ്ങിയിരുന്നു. ഇനി കീഴടങ്ങുകയല്ലാതെ മറ്റൊരു വഴിയും തന്റെ മുന്നിലില്ലെന്ന് നിസാമിന് മനസ്സിലായി. ആ വലിയ സാമ്രാജ്യത്തിന്റെ അഹങ്കാരം വെറും 100 മണിക്കൂറുകൾ കൊണ്ട് ഇന്ത്യൻ സൈന്യം അടിച്ചമർത്തിയിരുന്നു. 5-ാം ദിവസം 1948 സെപ്റ്റംബർ 17 ചരിത്രം തിരുത്തി കുറിക്കപ്പെട്ട ദിനം. വൈകുന്നേരം 5 മണിക്ക് നിസാം മിർ ഉസ്മാൻ അലി ഖാൻ ഡെക്കാൻ റേഡിയോയിലൂടെ ഒരു പ്രഖ്യാപനം നടത്തി. തന്റെ സൈന്യത്തോട് വെടിനിർത്താൻ അദ്ദേഹം ഉത്തരവിട്ടു. റസാക്കർ സംഘത്തെ നിരോധിച്ചു. കാസിം റസ്വിക്ക് കീഴടങ്ങാൻ നിർദ്ദേശം നൽകി. അടുത്ത ദിവസം, അതായത് സെപ്റ്റംബർ 18-ന് സെക്കന്ദരാബാദിൽ വെച്ച് മേജർ ജനറൽ ജയൻ ചൗധരിക്ക് മുൻപാകെ നിസാമിന്റെ സൈന്യാധിപൻ ജനറൽ എൽദ്രൂസ് ഔദ്യോഗികമായി കീഴടങ്ങി. അങ്ങനെ ഒരു വലിയ രക്തച്ചൊരിച്ചിലില്ലാതെ കേവലം 5 ദിവസം കൊണ്ട് ഇന്ത്യ ആ വലിയ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇന്ത്യൻ ഗവൺമെന്റ് നിസാമിനോട് പകപോക്കാൻ നിന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. വലിയ മനസ്സാണ് ഗവൺമെന്റ് അന്ന് കാണിച്ചത്. നിസാമിനെ ഹൈദരാബാദിന്റെ ഗവർണർ പദവിക്ക് തുല്യമായ രാജ് പ്രമുഖായി നിയമിച്ചു. അദ്ദേഹത്തിന്റെ സ്വത്തുക്കളും കൊട്ടാരങ്ങളും നിലനിർത്താൻ അനുവദിച്ചു. റസാക്കർമാരുടെ തലവനായ കാസിം റസ്വിയെ സൈന്യം അറസ്റ്റ് ചെയ്തു. കുറച്ചുകാലം ജയിലിൽ കിടന്നതിനു ശേഷം അയാളെ പാകിസ്ഥാനിലേക്ക് നാടുകടത്തുകയും ചെയ്തു. 1950 ജനുവരി 26-ന് ഇന്ത്യ റിപ്പബ്ലിക് ആയതോടെ ഹൈദരാബാദ് പൂർണ്ണമായും ഇന്ത്യയുടെ ഒരു സംസ്ഥാനമായി മാറി. പിന്നീട് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചപ്പോൾ ഹൈദരാബാദിനെ വിഭജിച്ച് ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക എന്നീ സംസ്ഥാനങ്ങളുടെ ഭാഗമാക്കി മാറ്റി. ഓപ്പറേഷൻ പോളോ വെറും ഒരു സൈനിക നടപടിയായിരുന്നില്ല, അത് ഇന്ത്യയുടെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമായിരുന്നു. അന്ന് സർദാർ വല്ലഭായ് പട്ടേൽ എന്ന വലിയ മനുഷ്യൻ കാണിച്ച ഇച്ഛാശക്തിയും ഇന്ത്യൻ സൈന്യത്തിന്റെ ധീരതയുമാണ് ഇന്ത്യയുടെ ഭൂപടം ഇന്ന് നാം കാണുന്ന രീതിയിൽ ഭംഗിയാക്കിയത്. ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യയുടെ നടുവിൽ പാകിസ്ഥാൻ അനുകൂലിയായ മറ്റൊരു രാജ്യം ഇന്നും നിലനിൽക്കുമായിരുന്നു. ചരിത്രത്തിന്റെ താളുകളിൽ അധികം ചർച്ച ചെയ്യപ്പെടാതെ പോയ, എന്നാൽ ഓരോ ഭാരതീയനും അറിഞ്ഞിരിക്കേണ്ട ഒരു വലിയ പോരാട്ടത്തിന്റെ കഥയാണിത്. എന്താണ് ഈ പോരാട്ടത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്തായിരുന്നാലും കമന്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.